അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനായിട്ടാണ്. ഇതിലെൻ്റെ കുക്കിങ്, ക്ലീനിങ്, ഗാർഡനിങ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇന്നത്തെ ദിവസം രാവിലെ നമസ്കാരവും ഒത്തും കാര്യങ്ങളും അതുപോലെ തന്നെ വർക്കൗട്ടും എല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അന്ന് കിച്ചണിലേക്ക് വന്നേ. എന്നിട്ട് ഇതാ വേഗം തന്നെ എല്ലാം കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇന്ന് വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ദിവസമാണ്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മക്രോണി റെഡിയാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്ന് മീൽ പ്രെപ്പ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിക്കൻ കറിയാണ്. ചിക്കൻ കുറുമ പോലെ ഉണ്ടാക്കിയിട്ട് മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിതാ ആദ്യം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ടില്ലേ വെളിച്ചെണ്ണയോ ബട്ടറോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ സൈസിലുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മതിയാവും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതിലേക്കില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് വേണം. ഒരു ബൾബ് വെളുത്തുള്ളിയും 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, പിന്നെ 3-4 പച്ചമുളക്. അപ്പോൾ ഞാൻ ഒരു വലിയ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറുന്നത് വരെ വറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നമുക്ക് മക്രോണി പല ടൈപ്പിലുണ്ടാക്കാം. ഇതിൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഇതിൽ നിന്ന് കറി വേറെ കോരി മാറ്റുകയും ചെയ്യാം, മക്രോണിയും റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടില്ലേ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കിച്ചണിലേക്ക് വന്നതിനാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചിട്ട് തീർക്കാൻ നോക്കലുണ്ട്. അപ്പം തക്കാളി ഉള്ളിയെല്ലാം കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് മീൽ പ്രെപ്പ് റെഡിയാക്കണമെന്ന് വിചാരിച്ച ദിവസമൊന്നും തലേദിവസം തന്നെ റെഡിയാക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഷോപ്പിങ്ങിനെല്ലാം പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിന് വരുമ്പോൾ. അപ്പം ഇന്ന് തീർത്തിട്ടില്ലെങ്കിൽ വെജസും കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ മോശമായി പോകും. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ കഴുകിയെടുക്കലാണ്. പിന്നെ ഞാൻ കുരുമുളക് പൊടിയല്ലേ, ഗരം മസാല പൗഡറല്ല, എൻ്റെ ഞാൻ പൊടിച്ചെടുക്കുന്ന കുരുമുളക് പൊടിയല്ലേ അധികം പെട്ടെന്ന് മോശമായി പോക്കുണ്ട്. കാര്യം ഇതൊരു വയലേരിയ ഏരിയ, പ്രത്യേകിച്ച് മഴക്കാലമെല്ലാം ആകുമ്പം പെട്ടെന്ന് ആ ഒരു കുരുമുളകിൻ്റെ നല്ല സ്മെല്ലും മാറിപ്പോവും. ആ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലും തന്നെയാണ് ഇടുന്നത്, നല്ലോണം ചൂടാക്കിയിട്ടെല്ലാം തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. പക്ഷേ ഇവിടെ വെയിലധികം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് പുപ്പലിട്ടും. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഫ്രിഡ്ജിലാണ് ഇങ്ങനത്തെ പൊടികളും കാര്യങ്ങളെല്ലാം വെക്കൽ. കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റില്ലുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു ഉള്ളിയും തക്കാളിയും കുക്കായിട്ട് വന്നേരം അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. സാധാരണ നമ്മൾ കുറുമക്കറിയിൽ മഞ്ഞൾപ്പൊടി ഇടൽ കുറവല്ലേ, പക്ഷേ ഇതിപ്പോൾ ഒരു പാസ്ത ടൈപ്പിൽ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ മക്രോണി ഇട്ടിട്ട് കുക്കാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞളിൻ്റെയും കുരുമുളകിൻ്റെയും ഗരം മസാല പൗഡറിൻ്റെ എല്ലാം ആ ഒരു സ്മെല്ല് നല്ലോണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചില്ലി പീസാക്കിയിട്ട് കട്ടാക്കി എടുത്ത് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഫുൾ ചിക്കൻ്റെ കറിയാണ്. കാര്യം ഇത് ഞാൻ കുറച്ച് കോരി മാറ്റുന്നതും കൂടിയുണ്ട്. അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ സാധാ ബിരിയാണി മസാല എല്ലാം വേവിക്കൂലേ, അതുപോലെ മുളക് മല്ലിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ പിന്നെന്താ, നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് മീൽ പ്രെപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടി വ്ളോഗ്, ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പറയലുണ്ട് നല്ല നല്ല റെസിപ്പീസാണ് ബിരിയാണീൻ്റെ എല്ലാം. ഹസ്ബൻഡിന് ഇഷ്ടമായി, വീട്ടുകാർക്ക് ഇഷ്ടമായി, പാർട്ടിയിലെല്ലാം ഭയങ്കര അഭിപ്രായം ഉണ്ടെന്നെല്ലാം പറയലുണ്ട്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ബിരിയാണി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്തി അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഏത് റെസിപ്പിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കിട്ടുക.
അങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മക്രോണി വേവിച്ചെടുക്കലാണ്, എന്താ പറയുക, പാസ്ത വേവിച്ചെടുക്കലാണ്. ഇതിൽ എന്താ പറയുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കറിയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പക്ഷേ ഞാനിപ്പം വെള്ളം ഊറ്റിയെടുക്കുന്ന സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വേറെ വെച്ചിട്ടുണ്ട് കെറ്റിൽ. ആ സമയം കൊണ്ട് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ 2 സമയവും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. ബാക്കിയുള്ള പാത്രങ്ങളിലെല്ലാം അങ്ങനെ കഴുകിയെടുക്കലാണ്. ഞാനില്ലേ ഈ മീൽ പ്രിപ്പ് റെഡിയാക്കി എടുക്കേണ്ട പാത്രം എന്താ പറയുക, ഒരു മേശയിൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ തപ്പിക്കാണാണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം ഓരോന്ന് ഫ്രിഡ്ജിൽ നിന്ന് കഴിയുമ്പം ഞാൻ ആഴ്ചയിൽ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഴ്ച അവസാനമാകുമ്പോഴേക്കും ഓരോന്ന് തീരൂലേ, ആ സമയം അത് കഴുകിയിട്ട് ഒരു മേശയിൽ തന്നെ അങ്ങനെ തുടച്ചിട്ട് എടുത്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് ഞാൻ അധികം ശനിയാഴ്ച രാത്രിയാണ് ഇങ്ങനെ എല്ലാം ഒരുക്കി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കൽ. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ആഴ്ച വരെ നമുക്ക് അടിപൊളിയായിട്ട് ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റലുണ്ട്. അപ്പോൾ ഇതാ എല്ലാ പാത്രവും എടുത്തിട്ട് അങ്ങനെ സ്പോഞ്ചെല്ലാം വെച്ചിട്ട് നല്ലോണം കഴുകി ഒന്ന് തുടച്ചും കൂടി എടുക്കണം. അതിനിടയിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴുകി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ടിഫിനെല്ലാം ഒരിക്കലും മക്കൾ തന്നെയാണ്. ഇപ്പം അധികം ടിഫിൻ ബോക്സ് ഞാൻ കൊടുക്കലില്ല, ക്യാൻറ്റീനിൽ തന്നെയാണ് അവർ ഫുഡ് കഴിക്കുക. അവിടെ നല്ല ചൂട് ചോറും ഐറ്റംസ് എല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ ടിഫിനിൽ എന്താ പറയുക, തണുത്ത ഐറ്റംസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൊടുക്കില്ല. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ടിഫിനിൽ കൊടുത്തു വിടും. അപ്പോൾ ഇതാ ആ സമയം ഞാൻ ചിക്കനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മീൽ പ്രിപ്പ് ചെയ്യേണ്ട പാത്രങ്ങളും കാര്യങ്ങളും കണ്ടെയ്നറും കാര്യങ്ങളല്ലേ, അതിലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കും. ഇപ്പം എല്ലാം ഞാനങ്ങനെ സ്പീഡിൽ ചെയ്തെടുക്കലാണ്. എണീക്കുകയാണെന്നുണ്ടെങ്കിലേ ഒരു 5 മണിക്കെങ്കിലും എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു 9 മണി 10 മണിയാകുമ്പോൾ തന്നെ എല്ലാ പണികളും തീർത്ത് നമുക്ക് ഫ്രീ ആവാനുള്ള ടൈം കിട്ടുമേ. അതൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നലുണ്ട്. അങ്ങനെ രാവിലെ എണീച്ച ദിവസം ചിലപ്പോൾ നമ്മൾ രാവിലെ എണീക്കാൻ വിട്ടുപോകില്ല എന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങിപ്പോലെ. ആ ദിവസമെങ്കിൽ പണി തീരാത്ത പോലെ ഉണ്ടാവില്ല. എത്ര പണിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം രാവിലെ എണീക്കാൻ ശ്രമിക്കലുണ്ട്. രാവിലെ എണീച്ച ആ ശുഭ നമസ്കാരവും നോത്തും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസം ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ പണിയെടുക്കുന്ന സമയം എന്തെങ്കിലും സൂറത്ത് അങ്ങനെ വെക്കലുണ്ട്. കാര്യം ഇപ്പം നമുക്ക് ഒരുപാട് സൂറത്ത് ഇങ്ങനെ രാവിലെ ഓതണമെന്നും ആഗ്രഹിക്കൂലേ. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ സൂറത്തെല്ലാം ഞാൻ മൊബൈലോ ടാബിലോ എല്ലാം വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, പണിൻ്റെ കൂടെ തന്നെ ആ ഒരു കാര്യങ്ങളും കൂടി പോവുമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കുറച്ച് ഐറ്റംസ് എല്ലാം എന്താ പറയുക, ബദാം വാൾനട്ട് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ, അതെല്ലാം വേഗം ഉറുമ്പേർന്ന് എന്താ പറയുക, എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് വരും. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കവറിൽ വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലിട്ട് വെച്ച് നോക്കി, പക്ഷേ ഇതിൻ്റെ ഒത്ത് ഉറുമ്പ് കയറുന്നില്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് ഇതിൽ തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഉറുമ്പ് വന്നു കഴിഞ്ഞാലില്ലേ മൊത്തത്തിൽ നമ്മൾ പയർക്കാന്ന് പറയും, നല്ല സോഫ്റ്റായി പോലെ, പിന്നെ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ഉറുമ്പ് ഫുൾ ഇങ്ങനെ തിന്നിട്ട് പോലെ അങ്ങനെ. പിന്നെ മുഹമ്മദിന് ഞാൻ അധികം സ്നാക്കായിട്ട് ഇങ്ങനെ നട്ട്സ് ഐറ്റംസ് തന്നെയാണ് കൊടുക്കൽ. അറിയാം, ഒന്നിക്കൽ ഫ്രൂട്ട്സ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇപ്പോൾ ഏകദേശം തീർന്ന ഐറ്റംസ് എന്താ പറയുക, ഏകദേശം കുറേ ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ട്. കാര്യം ഞാൻ പാക്കറ്റിൽ തന്നെ അങ്ങനെ കവർ പൊട്ടിക്കാണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിന് കാര്യം ഉറുമ്പ് വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ വെച്ചേരം ഓക്കെയാണ്, പിന്നെ ഇതിലേക്ക് മാറ്റി. പിന്നെന്താ, അതിനിടയിൽ നമ്മുടെ ചിക്കനും കാര്യങ്ങളും വേവുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്ത ഞാൻ വേവിക്കാനും കൂടി വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പണികളും ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യലുണ്ട്. അങ്ങനെ പിന്നെ ബിരിയാണിക്കെല്ലാം ഇടാനുള്ള ആ ഒരു നട്ട്സും കാര്യങ്ങളില്ലേ, അത് രണ്ടും ഞാൻ ഒരുമിച്ചാക്കിയിട്ടാണ് വെക്കൽ. അങ്ങനെ ആകുമ്പം എടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ബിരിയാണിയിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നത് ബിരിയാണി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും ബിരിയാണി തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസിനെല്ലാം വേണ്ടിയിട്ടുള്ളത് എന്താ പറയുക, നട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെയാണ് എടുത്തു വെക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ പംകിൻ സീഡും കൂടി, അതും ഞാനങ്ങനെ മുഹമ്മദിന് സ്നാക്ക് ബോക്സിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കൽ. പിന്നെന്താ,
അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ്. അതിലെല്ലാം പെട്ടെന്ന് ഉറുമ്പ് വരും, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കൽ. പിന്നെ ഇത് ഞാൻ തലേദിവസം ഷോപ്പ് ചെയ്ത ഐറ്റംസാണ്. അതെല്ലാം ഒന്ന് ഒരുക്കി വെക്കണം. അതിന് എന്താ പറയുക, കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇടയിൽ കഴിയുന്ന പണികളെല്ലാം ഞാൻ തീർക്കും. അല്ലാത്തത് അവർ പോയി കഴിഞ്ഞാലാണ് തീർക്കാം. പിന്നെന്താ, പോയിക്ക് നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുക്കറിലാണെന്നുണ്ടെങ്കിലില്ലേ ഒരു 2-3 വിസിൽ വരെ വേവിച്ചാൽ മതിയേ. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് പാത്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പം ശരിക്കും ഒന്നും കാണൂല, അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അതും കൂടി വേവിക്കാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. ഇതില്ലേ ഞാൻ തലേദിവസം അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച ഐറ്റംസാണ്. ഞാനില്ലേ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം സാധനം വാങ്ങൂലേ, അതിൻ്റെ പാക്കറ്റിലൊന്ന് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കൽ. ഇപ്പോൾ പാലാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് കഴുകി തുടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. കാര്യം ഇവിടെയെല്ലാം ഇങ്ങനെ ഇട്ട് അങ്ങനെയെല്ലാം വരുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് നല്ല നീറ്റായി ക്ലീനായിട്ട് വെക്കുന്ന സമയം ഈ ഒരു പാക്കറ്റിലെ പാലിനെല്ലാം എന്തായാലും ചളിയെല്ലാം ഉണ്ടാവും, ചളി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലും കൂടി ആവില്ലേ, അത് മോശമാവില്ലേ എന്ന് ജസ്റ്റ് അങ്ങനെ കഴുകിയിട്ടാണ് വെക്കൽ. ഞാനിതാ ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഞാൻ വലിയ പാക്കറ്റാണ് വാങ്ങൽ. പിന്നെ ഞാൻ വിചാരിച്ചു ആവശ്യത്തിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിയാൽ പോരെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ പാക്കറ്റാണ് ഇപ്പം വാങ്ങൽ. പിന്നെന്താ, പണ്ടെല്ലാന്നുണ്ടെങ്കിലേ എല്ലാ ഐറ്റംസും ഞാൻ കുറേ കൂടുതൽ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുവേ. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, ഒരാഴ്ചത്തേക്കുള്ളത് മതി. ഇല്ലാന്നുണ്ടെങ്കിലില്ലേ അത് കുത്തനെ വരും, എന്താ പറയുക, വെറുതെ മോശമാവും, ഡേറ്റ് തീരും അങ്ങനെ. അപ്പോൾ ആവശ്യത്തിൻ്റെ ആ ഒരാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ള സാധനം മാത്രം വാങ്ങിയാൽ മതി. അങ്ങനെ പണ്ട് എന്താ പറയുക, പണ്ടെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങണം. ഇപ്പം അങ്ങനെയല്ലല്ലോ, അടുത്തടുത്ത സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഇല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ തന്നെ സാധനം നമുക്ക് വീട്ടിലെത്തും. പിന്നെ കുറേ അധികം ഐറ്റംസ് ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഇതാ എന്താ പറയുക, ഞാനില്ലേ മണി പ്ലാന്റ് ഇല്ലേ, അധികം ഞാൻ മഴക്കാലത്ത് എൻ്റെ വീട്ടിലെ മണി പ്ലാന്റ് കൂടുതൽ വരെ ഇങ്ങനെ മഴക്കാലത്തായിരിക്കും, കുറേ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് വരും. ആ സമയമൊന്നും അതിൽ നിന്ന് കട്ട് പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ തൈകളാക്കിയിട്ട് ഞാൻ എടുക്കാം. അങ്ങനെ ഞാൻ 3 ദിവസമായിട്ടുണ്ടാവും ഞാനങ്ങനെ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് എന്താ പറയുക നടണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ചെടീൻ്റെ കാര്യത്തിലേ ഭയങ്കര രസമാണ്. ഞാനത് പറയാം. ഇതിപ്പം ചീസാണ്, മോസറല്ല ചീസ് അങ്ങനെ ബോക്സിലാക്കി വെക്കലാണ്. അതങ്ങനെ പാക്കറ്റിൽ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കുന്ന നല്ല ഫീൽ ചെയ്യലുണ്ട്. നമുക്കിപ്പം ചീസിൻ്റെ ദോശ അല്ലാന്നുണ്ടെങ്കിൽ പിസ്സ അങ്ങനത്തെ എന്ത് ഐറ്റംസും ഉണ്ടാക്കുമ്പം ഇങ്ങനെ ബോക്സിലാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിനെ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിന് ഞാൻ പറയട്ടില്ലേ പരിപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന്, ഞാൻ കുറേ നാളായി പരിപ്പറിയെല്ലാം വെക്കൽ കുറവാണ്. പക്ഷെ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയോ, കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അതിന് കമൻറ്റ് കാലങ്ങളോളം വീഡിയോസ് കണ്ടിട്ടും കമൻറ്റ് ചെയ്യാത്തവർ പോലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് എല്ലാവരെയും കമൻറ്റിന് താങ്ക് യു സോ മച്ച്. ഒരാൾക്കും ഓരോരോ അഭിപ്രായം, എന്താ പറയുക, ഓരോരാൾക്കും ഓരോരോ അഭിപ്രായമല്ലേ, എല്ലാവരും അഭിപ്രായം ഞാൻ മാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ പിന്നെന്താ, ഞാനില്ലേ ആ വീഡിയോ കാണാത്തവർ കണ്ടൊക്കെ, നല്ല അടിപൊളി പരിപ്പറിൻ്റെ റെസിപ്പി അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പരിപ്പറിയിലെപ്പം നമ്മൾ വെള്ളം കുറച്ചിട്ട് പരിപ്പറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലേ കുക്കറിൽ ഒഴിക്കുന്ന വെള്ളം കുറച്ച് കുറവായിരിക്കണം, എന്നാലത് നല്ല എന്താ പറയുക തേങ്ങ അരച്ച പോലത്തെ, തേങ്ങ അരക്കാണ്ട് തന്നെ തേങ്ങ അരച്ച പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പറി ഇട്ടാം കേട്ടോ. അങ്ങനെ പിന്നെന്താ, ഞാനിനിയിപ്പം ഇതെല്ലാം എടുത്തു വെക്കലാണ്. ഞാൻ പിന്നെ ഫ്രോസൺ കോണും വാങ്ങിയിട്ട് വെക്കലുണ്ട്. കാരണം കുട്ടികൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോറ് അങ്ങനെ ഒന്നും കഴിക്കില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കോണോ ഫ്രഞ്ച് ഫ്രൈസോ അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് അവർ കഴിക്കാം. അപ്പം അത് ഞാനങ്ങനെ എടുത്ത് വാങ്ങി വെക്കലുണ്ട്. പിന്നെന്താ, അതിനിടെ ഈ ഒരു ഗോതമ്പ് നമ്മൾ കുതിർത്ത് വെച്ചില്ലേ, അതിൽ കുക്കറിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 6 7 8 വിസിൽ വരെ നല്ലോണം വേവിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. വെന്ത് വന്ന ഗോതമ്പിലേക്ക് നമുക്ക് ഈ ഒരു കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കിലോ കടലപ്പരിപ്പ് നല്ലോണം കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിലും കൂടി കുക്കർ വിസിലയിപ്പിക്കാം. വെള്ളം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്കില്ലേ 8
8 ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. കുറച്ച് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. 2 or 1 തേങ്ങൻ്റെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ചക്കരച്ചോറ് റെഡിയാവേ. അത് ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെ അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ട് കഴിക്കാനും പറ്റുന്ന ഒരാഴ്ചയൊന്നും. അങ്ങനെ ചില പറ്റുവാന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അതിനിടയിൽ നമ്മുടെ കറിയെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പാക്കറ്റ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്കില്ലേ ഒരു 10-15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം മാത്രമെന്നുണ്ടെങ്കിൽ അത് മതിയാവും. കാഷ്യൂനട്ടും കൂടിയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ അപ്പോൾ ഇതാ കാഷ്യൂനട്ടും കൂടി ഞാൻ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, പിന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഒന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും. തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയിലെ പാസ്തയില്ലേ, നമ്മൾ മക്രോണി എന്നാന്ന് പറയൽ, അത് ചേർത്തിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെഡിയായി കിട്ടും. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിൽ നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കറി ഉണ്ടാക്കിയത് കുറച്ച് ഒന്ന് കോരിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം ഞാൻ കുബൂസ് വാങ്ങിയിട്ടുണ്ട്. ചില സമയമെല്ലാം രാത്രി ഞങ്ങൾക്ക് മടിയെല്ലാം പിടിച്ച ദിവസമാണെന്നുണ്ടെങ്കിൽ കുബൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുബൂസ് ചൂടാക്കിയിട്ട് ഇങ്ങനെ കറിയെല്ലാം ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് കഴിക്കാമല്ലോ. എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അപ്പം ഞാനിത് 2 നേരം ഇതിപ്പോൾ ഞാൻ പാസ്ത ആക്കാനും എടുക്കുന്നുണ്ട്, പിന്നെ 2 ബോക്സിലാക്കിയിട്ട് കറി മാറ്റി വെക്കുന്നുമുണ്ട്. കാര്യം അങ്ങനെ ചെയ്യാൻ വേണ്ടിക്ക് കുബൂസോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിയാലോ, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ചുട്ടിട്ടോ പത്തിരി ചുട്ടിട്ടോ കുറച്ച് നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മടിയുള്ള സമയത്തെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ കുക്കിങ്. ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ട് അത് തീരുന്നവർ വെച്ചിട്ട് പിന്നെ അത് കോരി ഫ്രിഡ്ജിൽ വെക്കുന്നതിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കിയ ഉടൻ തന്നെ അതെടുക്കും മുമ്പേ വേറൊരു കണ്ടെയ്നറിൽ ആക്കി മാറ്റിയിട്ട് അത് തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും കേട്ടോ കൂടുതൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാവാം. അങ്ങനെ ബാക്കിയുള്ള ഗ്രേവിയിലേക്ക് ഞാനിതാ ഈ ഒരു മക്രോണിയും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ലാഭമുണ്ട്. നമുക്ക് കറി ഒരു നേരത്തേക്ക് കറിയുമായി, മക്രോണി ആണെന്നുണ്ടെങ്കിൽ അതുമായി. അങ്ങനെ അപ്പം ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാസ്ത, ചീസി പാസ്ത, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാം. മെയിനായിട്ട് റെസിപ്പീസ് തന്നെയാണ് കേട്ടോ എൻ്റെ ചാനലിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. ഇങ്ങനെ കുക്ക് ചെയ്യുക, അത് നിങ്ങൾ വീഡിയോ എടുക്കുക, അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുക, പിന്നെ അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയുമ്പം മെസ്സേജ് വായിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഇതും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ടില്ലേ നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണേ. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഫ്രഷ് ക്രീമിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ കുറുമ ചെയ്യൂലേ അതുപോലെ തന്നെയാണ്. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുവെന്ന് മാത്രം. ഇതണ്ടിലെ നല്ല ചൂടോടെ ഇത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടും കൂടിയാണ്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഞാനിതൊന്ന് കഴിക്കുന്നതും കൂടി കാണിക്കാം. അതിനിടയിലേ ഞാനിത് എല്ലാവർക്കും രാവിലെ ആകുമ്പം കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ ഒരുമിച്ചിട്ട് അങ്ങനെ വാരിക്കൊടുക്കലാണ്. സെപ്പറേറ്റ് ഓരോരാൾക്ക് പ്ലേറ്റ് എടുക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വായിലേക്കും അങ്ങനെ വാരിക്കൊടുക്കും. ഇക്കും അങ്ങനെ അതേ സമയം പോകുന്നതുകൊണ്ട് തന്നെ ഇക്കാക്കും എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ചെടുത്തിട്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വായിലിട്ട് കൊടുക്കലാണ്. അതൊരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ അപ്പോൾ അവരെല്ലാം പോയി. ഇനിയിപ്പം എൻ്റെ ക്ലീനിങ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഓരോരോ ഭാഗവും എന്നിട്ട് ഓരോരോ ദിവസം ക്ലീനാക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒരുമിച്ച് അങ്ങനെ തുടച്ചെടുക്കലാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂം ക്ലീൻ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജനലും ഈ ഒരു ഗ്ലാസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം തലേ ദിവസം ഞാൻ അപ്പുറത്തെ ആ ഒരു സെൻട്രാളും കാര്യങ്ങളും എല്ലാം വിൻഡോസ് ജനലെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൂമിൽ നിന്ന് ബാക്കിയുള്ളൂ. പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിക്ക് ഒന്നിക്കലും ഞാൻ റിലാക്സിങ് ആയിട്ടുള്ള എന്തെങ്കിലും മ്യൂസിക് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മോർണിംഗ് വൈബ് കിട്ടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ
നേച്ചറിൻ്റെ പ്രകൃതിൻ്റെ സൗണ്ട്, കിളികളെ സൗണ്ടിലെല്ലാം നല്ല ഇതുണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, അത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഖുറാനിൽ എന്തെങ്കിലും സൂറത്ത് ഉണ്ടാവില്ലേ, എനിക്കിങ്ങനെ ഓതി തീർക്കണമെന്ന് വിചാരിക്കുന്നത്, അതങ്ങനെ പ്ലേ ചെയ്യും. അതും അല്ലെങ്കിൽ ഉമ്മാനോട് ഫോണിൽ സ്പീക്കറിൽ അങ്ങനെ സംസാരിക്കും. എന്നിട്ടാണ് പണികൾ തീർക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ പണി സ്പീഡായിട്ട് പോലെ ഉമ്മാനോട് സംസാരിക്കുമ്പോഴാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മയില്ല, ഉമ്മയും താത്തമാരും എവിടെയോ പോയിന്. ഉമ്മനങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല. അന്നത്തെ ദിവസം ഞാൻ വിചാരിക്കും പഠിച്ചവനെ എൻ്റെ പണി ഇങ്ങനെയാണ് ഞാൻ തീർക്കാറ്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഉമ്മമാരുണ്ടാകുമ്പോൾ നമുക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ വേഗം പണി തീരൂലേ. അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയില്ല, ഉമ്മാനോട് ഫോൺ ചെയ്ത് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പണിയും തീർന്നിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുവേ. അങ്ങനെ ഇപ്പം ബെഡ്റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെഡ്റൂമിൽ വന്നോ തന്നെ ജനലെല്ലാം ഒന്ന് തുറന്നിടും. എന്നിട്ട് ഫ്രഷ് എയറിലൊന്നും നല്ലതാണേ. നമ്മൾ വിൻഡോസ് എല്ലാം എപ്പോഴും അടച്ചിട്ടിരിക്കുമ്പം എന്താ പറയുക, ഫ്രഷ് എയർ കയറില്ല. അപ്പം ഇല്ലേ ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എന്താ ജനലെല്ലാം ഒന്ന് തുറന്നിടുക. എന്നിട്ടിതാ ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണേ. ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ലേ അന്നേരം തന്നെ അത് മെഷീനിൽ കൊണ്ടുപോയിട്ടിടുക അലക്കാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ആവും അലക്കാൻ. ഇതിപ്പം എൻ്റെ ഈ പണി കഴിയുമ്പോഴേക്കും അലക്കി കഴിയും. എന്നിട്ട് അന്നേരം തന്നെ അറിയിടാമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഗ്ലാസ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ആ ജനലും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഞാനതിൽ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്, ഒരു പൊടിയും കാര്യങ്ങളെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയെടുക്കും. എനിക്കില്ലേ പൊടി അലർജീൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളെല്ലാം ഞാൻ മാസ്ക് ഇടാണ്ടായിട്ട് ചെയ്തിനെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ സൈഡാവും. നല്ല പനിയും ചുമയാണെന്നുണ്ടെങ്കിൽ നിൽക്കേ ചെയ്യില്ല. ഒരു മാസത്തോളം ആ ചുമ വരും. അതെല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, എവിടെ കാണിച്ചാലും സുഖമാവില്ല, ലാസ്റ്റ് അഡ്മിറ്റ് ആവും. അങ്ങനെ നല്ലോണം ടയർഡാവേ. പക്ഷേ പിന്നെയെന്ന് എന്താ പറയുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ഒരു മരുന്നുണ്ട് ചുമൻ്റെ, അത് കുടിച്ചാലില്ലേ പിറ്റേ ദിവസം തന്നെ സുഖമാകും. അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ തന്നെയാണ്. എനിക്ക് ചുമ അലർജി പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കാണിക്കൽ. അങ്ങനെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ പണികളില്ലേ മാസ്ക് ഇട്ടിട്ടേ ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിലും മാസ്ക് ഇല്ല, ഞാൻ വേഗം ഓർമ്മ വന്നേരം ഷാളിട്ടതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പണിയെല്ലാം ചെയ്യുന്ന സമയം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് പണി ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്കങ്ങനെ മടിയായിട്ട് തോന്നില്ല. മടി ഉണ്ടാവും എപ്പോഴും, ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ട് എന്നെല്ലാം പറയുന്ന പോലെ ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഓരോരോ ദിവസം മടിയെല്ലാം ഉണ്ടാവും. അന്നേരം ഞാൻ നല്ലോണം മടിച്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക ബെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് മടിച്ചായിട്ടുണ്ടാവേ. പക്ഷെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മാഷാഅല്ലാ ഭയങ്കര എന്താ പറയുക വീടെല്ലാം ക്ലീൻ ചെയ്യണമെന്നുള്ള ഒരു തോന്നലുണ്ടാവേ. ആ ദിവസം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയായിട്ട് പണികളും മുന്നോട്ട് പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുത്തിട്ട് ക്ലീൻ ചെയ്യലും കുക്ക് ചെയ്യലും ഭയങ്കര മടിയില്ല കാര്യം. ഒരു ദിവസത്തിലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കലുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോ കാണിക്കലില്ല, വീഡിയോ എടുക്കലില്ല. കാരണം വീഡിയോ എടുത്തതിനാൽ എൻ്റെ പകുതി മുക്കാൽ സമയം പോവുകയും ചെയ്യും. പിന്നെ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നെല്ലാം പറയൂലേ, ഒരു മനസ്സംതൃപ്തി അത് കിട്ടുകയും ചെയ്യില്ല. കാര്യം ക്യാമറ അവിടെ ഇവിടെയും വെക്കണം. അതുകൊണ്ട് തന്നെ കുറേ പണികൾ ഇപ്പം ഞാനില്ല ഒരു ദിവസം എണീച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പറെല്ലാം ക്ലീൻ ആക്കാൻ വരുവേ. ഇപ്പറെല്ലാം ക്ലീൻ ആക്കുന്ന സമയം അടിച്ചു വാരലും ഡെയിലി തുടക്കലെല്ലാം ഉണ്ടാവും. പിന്നെ നാരിയെന്നാണ് നമ്മളറിയൽ, സിറ്റ് ഔട്ടില്ലേ പുറം ഭാഗം അവിടെ കഴുകും. കാരണം എന്തായാലും മഴ വന്നിട്ടില്ലേ മൊത്തത്തിൽ ആ ഭാഗം മൊത്തം നനയും. എന്നോട് ഭാഗത്ത് വാതിൽ മോശമായിട്ട് അത് കഴുകിയോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അല്ല കേട്ടോ, ഞാനില്ലേ എല്ലാ മഴക്കാലത്തും ആ ഭാഗം മൊത്തം നനയും. തന്നെ അവിടെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിലേ നല്ല വൃത്തിയോടെയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴുകുന്നതാണ്. ഓൾറെഡി അവിടെ മഴ നനഞ്ഞ് അങ്ങനെ ആവുന്നതാണ്, കഴുകിയോണ്ടല്ല. അങ്ങനെ അപ്പോൾ അവിടെ കഴുകാനുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒരു കളം അടിച്ചു വാരാനുണ്ടാവും. അതെല്ലാം നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം കുനിഞ്ഞിട്ടും അങ്ങനെയെല്ലാം ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റൂല. എന്താ പറയുക, നമ്മൾ ബോഡി ഷേപ്പ് നല്ലോണം കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ ഒഴിവാക്കലാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കര ദീനിയാന്ന് ബോഡി ഷേപ്പ് കാണിക്കൂല, അങ്ങനെ ഇങ്ങനെ ഒന്നല്ല കേട്ടോ. നമ്മൾ മനുഷ്യന്മാരല്ലേ,
അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോവും. എന്നാലും മാക്സിമം അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള പണികളെല്ലാം ചെയ്യുമ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യൽ കുറവാണ്. ഞാൻ ഒരിക്കൽ ചിന്തിക്കും, സത്യം പറഞ്ഞാൽ നമ്മളൊരു ദിവസം ചെയ്യുന്ന പണികൾ, സത്യം പറഞ്ഞാൽ പണി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫീലായിരിക്കും ഉണ്ടാവുക. എന്താ പറയുക, അത് ചെയ്തവർക്ക് അറിയുണ്ടാവും. എന്താ പറയുക, രാവിലെ എണീച്ച് മടിയില്ലാണ്ട് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി, എന്നിട്ട് കിച്ചണെല്ലാം വൃത്തിയാക്കി, ഇപ്പുറം എല്ലാം വൃത്തിയാക്കി ഒന്ന് കുളിച്ച് ഫ്രഷായി ആ മുടിയെല്ലാം ഒന്ന് തള്ളി, അതുപോലെ തന്നെ മണത്തിനടിക്ക് എന്തെങ്കിലും നല്ല പെർഫ്യൂമും കാര്യങ്ങളെല്ലാം അടിച്ച്, എന്നിട്ട് ബെഡിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്തെങ്കിലും മൊബൈൽ വീഡിയോസും കാര്യങ്ങളും കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് വേറെ തന്നെയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ മടി പിടിച്ച് തൂങ്ങിപ്പിടിച്ച് കിടന്ന് അവയെ ചെയ്യുക, നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മളെ മടിയും കാര്യങ്ങളെല്ലാം കുറക്കണം. അങ്കല്ല ആദ്യം നല്ല മടിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ചെറുതിലൊന്നും ഒരു പണിയൊന്നും എടുക്കലില്ല. എൻ്റെ ഉമ്മ എൻ്റെ പണി കാണുമ്പം ഞാൻ ശരിക്കും പഠിച്ചവനെ എന്തിനാ ഇങ്ങനെയും പണിയെടുത്തിട്ട്, എന്താ പറയുക, എന്തിനാ ഇങ്ങനെയും പണിയെടുക്കുന്നതെന്ന് വിചാരിക്കും. ഒരെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വെക്കൂല. അങ്ങനെ ഉമ്മ ഇങ്ങനെ സമയത്തിന് കുളിക്കാൻ പറയും. ഒരു 12 മണിയാകുമ്പോൾ കുളിച്ച് കയറും. നമ്മളെ ഫാമിലിയിലെ എല്ലാ പെണ്ണുങ്ങളാറ് നല്ല ഫ്രണ്ട് തന്നെയായിരിക്കും. എന്നാലും എന്താ പറയുക, രാവിലെ എണീച്ച് എല്ലാ പണികളും ചിട്ടയോടെ തീർത്ത് തുടച്ച് അടിച്ചു വാരി, എന്നിട്ട് ഉമ്മെല്ലാം ഡെയിലി തുടക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഡെയിലി അങ്ങനെ തുടക്കലൊന്നുമില്ല. കാര്യം എനിക്കങ്ങനെ തോന്നലില്ല. കാര്യം ഞാൻ ഡെയിലി സെൻട്രാളും കിച്ചണും തുടക്കും. കാര്യം കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുമല്ലോ. പിന്നെന്താ, ബാക്കി 2 ദിവസം കൂടുമ്പോൾ ഞാൻ തുടക്കൽ. എന്നാൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാകലുണ്ട്. പിന്നെ ഉമ്മെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ല, OCDൻ്റെ കൂട്ടത്തിലാണ്. ഡെയിലി തുടക്കും. എന്താ പറയുക, പൂച്ചയിൽ പോയിനെങ്കിൽ തുടക്കും, അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. എനിക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്നിട്ടെന്താ, അന്നേരം ഉമ്മ അറിയും സമയത്തിന് കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കുമ്പോഴേ സുഖം വേറെ തന്നെയാണ്. അന്നേരം ഞാൻ അതൊന്നും കേൾക്കലൊന്നുമില്ല. ഞാൻ വിചാരിക്കും നല്ല സുഖമെന്നിങ്ങനെ, എന്താ പറയുക, മടി പിടിച്ചിട്ടിരിക്കാൻ. പക്ഷെ ഇപ്പം ഞാൻ വലുതായി ഒരു ഉമ്മയായാലും എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞ ഉമ്മ പറഞ്ഞത് എത്ര നല്ല. എൻ്റെ ഉമ്മക്കൊന്നും ഉമ്മ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിക്കും നമുക്കിപ്പോൾ ഒന്ന് തളർന്നു കഴിഞ്ഞാലല്ലാന്നുണ്ടെങ്കിൽ, മടി പിടിച്ച് കഴിഞ്ഞാൽ ഉമ്മ നമുക്കിന്ന് ഫുഡ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, അങ്ങനെയല്ലേ. പക്ഷെ എൻ്റെ ഈ ഒരു പ്രായത്തിലൊന്നും ഉമ്മക്ക് ഉമ്മ ഉണ്ടായിട്ടില്ലേ. ഞാനിങ്ങനെ ചിന്തിക്കും, പഠിച്ചവനെ ഉമ്മമാരില്ലാണ്ട് ഇല്ല ജീവിതം ഭയങ്കര വിഷമമുള്ളതാണ്. നമുക്ക് എന്തില്ലെങ്കിൽ നമ്മൾ ഉമ്മമാർ വേണം. ഉമ്മമാരുണ്ടാവുമ്പം അത് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ചിന്തിക്കലുണ്ട്. ഞാനൊരു ഉമ്മയായിരുന്ന് എനിക്കത് ശരിക്കും മനസ്സിലായ. ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പം എത്ര എഫേർട്ടുള്ള കാര്യമെന്നറിയോ. അതും നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, വീട്ടിൽ പല ടൈപ്പിൽ സ്വഭാവമുള്ള കുട്ടികളുണ്ടാവില്ലേ, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ചെയ്യോ ഇർഫാന എന്ന് പറഞ്ഞിട്ട്. ഇപ്പല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്തവർക്ക് തന്നെ അത് മറന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോ കഴിയുമ്പം കമൻസിനും റിപ്ലൈ കൊടുക്കണമെന്നെല്ലാം വിചാരിക്കും. ഓരോ വീഡിയോ കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും പണിത്തിരക്കിലെല്ലാം ആകുമ്പം മറന്നു. ഞാൻ പറയട്ടെ അതിനെക്കുറിച്ചിട്ട്. ഇതിലേ ഞാനിപ്പം ഷീറ്റെല്ലാം മാറ്റി വിൻഡോസും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി, എന്നിട്ടൊന്ന് തുടച്ച് വാക്യൂം ക്ലീനർ അകാരോൻ്റെ നല്ലതാണ്, അതിനകത്ത് ആയ കൊടുക്കുക. പിന്നെ കടായിൽ ഞാൻ ഇൻഡസ് വാലിൻ്റെ കടായി കാണിച്ചു തരാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിന്, തുരുമ്പ് പിടിക്കുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന്. എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. സത്യം പറയാലോ, എൻ്റെ വീഡിയോ പണ്ടുതിലേ കാണുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ 2-3 വർഷം മുന്നേ ഇൻഡസ് വാലിയിൽ നിന്ന് കടായി വാങ്ങിയതാണ്. അതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കംപ്ലൈൻറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചു തരാം. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഒരു കടായി വാങ്ങിയിട്ട് അത് തുരുമ്പ് പിടിക്കുന്നെന്ന് ഉമ്മ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് കഴുകി കഴിഞ്ഞിട്ടില്ലേ നല്ലോണം ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടക്കണം. എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് എൻ്റേത് നല്ലതായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഞാനൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. പിന്നില്ലേ, ഞാൻ ബെഡ്ഷീറ്റിലില്ലേ അയൺ ചെയ്തെടുക്കലാണ്. ഈ അയൺ ചെയ്തിട്ട് ഡ്രസ്സായാലും ബെഡ്ഷീറ്റായാലും
വിരിക്കുമ്പോൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കളിയാക്കുക. ഓള് ഇസ്തിരി ഇട്ട ഡ്രസ്സ് ചുരിദാറേ ഇടും എന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യമെല്ലാം പറയലുണ്ട്. അങ്ക് അങ്ങനെയാണ്, അങ്ക് ഇസ്തിരി ഇട്ടിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയൺ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അതെല്ലാം ഞാൻ അയൺ ചെയ്തിട്ട് തന്നെ മടക്കി വെക്കലെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ എനിക്ക് കഴിയൂല. കാര്യം കുറേ അയൺ ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കാണുമ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കും. എനിക്ക് വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ നിന്നില്ലാത്ത സന്തോഷം എനിക്ക് കിട്ടുന്ന പോലെയാണെന്നൊക്കെ തോന്നൽ. അങ്ങനെ പിന്നെ ഞാൻ പറയാം, കാസ്റ്റ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഞാൻ എന്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ പരിചയപ്പെടുത്തലുള്ളൂ. ഇപ്പം ഡ്രസ്സിൻ്റെ ആയാലും എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലയെന്ന് കണ്ടാൽ ഞാനത് ചെയ്യലില്ല. കാസ്റ്റ് ചെയ്യേണ്ട പാത്രയിൽ ഞാൻ കുറേ വർഷമായി യൂസ് ചെയ്യുന്ന, എനിക്ക് ഒരു കംപ്ലൈൻറ്റും തോന്നിയിട്ടില്ല. കാര്യം ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിനി, നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക്, നമ്മളെ നാട്ടിൽ ഉമ്മ ഇങ്ങാന്നെല്ലാം വിളിക്കലുണ്ടേ, അങ്ങനെ ചെയ്ത് നോക്ക് ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്ക് ആ കമൻറ്റ് കണ്ടേരം ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിന്. ഇപ്പം ഞാനൊരു ട്യൂഷനായാലും എന്തായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് യൂസ്ഫുള്ളായ കാര്യം വെച്ചിട്ട് മാത്രം എന്നിട്ടല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്, നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ഒരു ദിവസം വിളിക്കും, ഒരുപാട് ഷോപ്പ് പ്രൊമോഷന് വേണ്ടിക്ക് നമ്മളെ വിളിക്കും, ഫുഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിക്ക് വിളിക്കലുണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയർ കാര്യങ്ങൾ, ക്രീം കാര്യങ്ങളെല്ലാം വിളിക്കും. നമ്മൾ പറയുന്ന പൈസ അവർ നമുക്ക് തരും. പക്ഷേ ഞാനത് യൂസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്, യൂസ് ചെയ്തിട്ട് കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് തന്നെയാണ്. ചിലരെല്ലാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഞാൻ ആ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. കാര്യം ഞാനത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിശ്വസിക്കും, അത് നിങ്ങൾ വാങ്ങും. അതിൽ നിങ്ങൾക്ക് റിസൾട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാനല്ലേ അത് കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. പിന്നെ അങ്ങനത്തെ കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരത്രയും യൂസ് ചെയ്തിട്ട് അതിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രവും നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതും. അപ്പം ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഷെയർ ആക്കുന്നില്ല. അപ്പം ഞാൻ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പാത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ട്യൂഷൻസ് എനിക്ക് റിസൾട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ടാന്ന് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര്, ഞാൻ ആദ്യമെല്ലാം ഡ്രസ്സിൻ്റെ വീഡിയോ എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യലുണ്ട് വീഡിയോ ചെയ്ത് കൊടുത്തിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട്, ഇർഫാന എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം നമ്മൾ വാങ്ങിയിട്ട് ചിലതെല്ലാം എന്താ പറയുക ഫോട്ടോയിൽ കാണിക്കുന്നതായിരിക്കുമല്ലോ കയ്യിൽ കിട്ടുന്നത്, ചെറിയ പ്രൈസ് ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത ക്ലോത്തും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോടുള്ള വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യലില്ല. കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്നേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ സമൂഹത്തിൽ പല ടൈപ്പിൽ ആൾക്കാരുണ്ടാവും. എന്താ പറയുക, ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ലക്ഷറി ഡ്രസ്സുകൾ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ചെറിയ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സാമ്പത്തികമായിട്ട് ഒതുങ്ങുന്ന രീതിയിലത്തെ ഡ്രസ്സ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പം അവരുടെ പൈസക്ക് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു 450 രൂപേൻ്റെ ഡ്രസ്സ് ഇടുന്നവർക്ക് അതായിരിക്കും പ്രീമിയം. ഇപ്പം 5000 രൂപേൻ്റെ ഡ്രസ്സ് ഇടുന്നവർക്ക് അതായിരിക്കും പ്രീമിയം ക്വാളിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10,000, 20,000, 50,000 രൂപേൻ്റെ ഡ്രസ്സ് ഇടുന്നവർക്ക് അതായിരിക്കും പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരാളുടെ എന്താ പറയുക സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് കൂടി വരും. അപ്പം എന്താ പറയുക, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൈസിൻ്റെതായിരിക്കും അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ അധികം അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൈസ്. നല്ല ചിലരെ വീഡിയോയിൽ നമ്മൾ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി എന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തോന്നൂല. കാര്യം അവർക്ക് അതായിരിക്കും അവർക്ക് ഭയങ്കര സംഭവമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവുക. അങ്ങനെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യില്ല. കാര്യം എൻ്റെ വീഡിയോസ് പല ടൈപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര അത്രയും സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളിലായിരിക്കും ഇഷ്ടപ്പെടാം. പക്ഷെ അതിന് അത്രയും പ്രൈസ് ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു സാധാരണ ഒരു സ്ത്രീ രക്ഷപ്പെട്ടോട്ടെ, അല്ല ഒരു കുട്ടി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പം അത്
പല ടൈപ്പിലുള്ള ആൾക്കാരിലായിരിക്കും വീഡിയോ പോകുന്നുണ്ടാവുക. അതിപ്പോൾ ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എന്നാൽ ഒരു ഭയങ്കര ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യലില്ല. കാര്യം എനിക്ക് എന്താ പറയുക, ദേഷ്യം പിടിച്ചിട്ടുള്ള മെസ്സേജ് ഒരിക്കൽ വന്നിട്ടുണ്ടായിന്, ഇർഫാന നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ പാട് എന്താ പറയുക, എൻ്റെ ചാനൽ തുടങ്ങിയ പാടെല്ലാം ഓരോരോ കുട്ടികളിങ്ങനെ വിളിച്ചിട്ട് പറയും, ഇത്ത വിഷമമൊന്ന് എൻ്റെ ഓൺലൈൻ സ്റ്റോറൊന്ന് പ്രൊമോഷൻ ചെയ്ത് തരോ, ഇതാക്ക് പുണ്യം കിട്ടുമെന്നെല്ലാം പറയും. അപ്പം ഞാനങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. കാര്യം അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് അവർ പറയുകയും ചെയ്യും. അന്നേരം എനിക്ക് ഇപ്പുറത്തുനിന്ന് മെസ്സേജ് വരും, ഇർഫാന എന്നെ വിശ്വസിച്ചിട്ടല്ലേ വാങ്ങിയ, തീരെ ക്വാളിറ്റി ഇല്ല ഡ്രസ്സ് എന്ന്. അപ്പം ഞാൻ ആ കുട്ടീനോട് സംഭവം പറഞ്ഞടാ, നീ കൊടുത്ത ഡ്രസ്സ് തീരെ ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. എന്നിട്ട് ആ കുട്ടി ഞങ്ങൾക്ക് കുറേ മെസ്സേജ് അയച്ചു തരും, ഇത് കണ്ടില്ല ഇതാ ഒരുപാട് പേർക്ക് ഇഷ്ടമായി അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. അന്നേരം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായ സമൂഹത്തിൽ ഓരോരോ ടൈപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളെ വീഡിയോനെ പല ടൈപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും. ചിലർക്ക് അത് ഭയങ്കര, ചില ഡ്രസ്സെല്ലാം നിസ്സാര വിലയായിരിക്കും. ഇപ്പം 20,000 30,000 എന്ന് പറയുന്നത് ആ ഡ്രസ്സ് എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷർട്ടിന് തന്നെ 25,000 രൂപ കൊടുത്തിട്ട് ഷർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 500 രൂപൻ്റെ ഷർട്ട് അല്ലാന്നുണ്ടെങ്കിൽ 1000 രൂപൻ്റെ ഷർട്ട് അത് ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ പല ടൈപ്പിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ഇപ്പം അധികം എന്താ പറയുക, ചിലരെല്ലാം വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുക, ഓൺലൈൻ സ്റ്റോർ ഒന്ന് ഈ എന്താ പറയുക ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം വരുത്തുന്നുണ്ട്. ഞാൻ അധികം ചെയ്ത് കൊടുക്കാത്ത എന്നിട്ടാണ് ചെയ്ത് കൊടുക്കണമെന്നെല്ലാം തോന്നും. പക്ഷേ പല ടൈപ്പിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, പല രീതിയിലുള്ള ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. അങ്ങനെ പിന്നെ പാത്രങ്ങൾ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാസ്റ്റ് ചെയ്യാനെന്നെല്ലാം വെച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിലില്ല എൻ്റെ പാത്രങ്ങൾ, ഞാൻ ഇതുവരെ വാങ്ങിയ പാത്രങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ആക്കാൻ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉമ്മ വാങ്ങിയൊരു പ്രൊഡക്റ്റ് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുരുമ്പുടിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടതിനെ, ഫുഡ് ഉണ്ടാക്കുമ്പം തുരുമ്പിറങ്ങുന്ന അങ്ങനെ എന്തോ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ഈ എന്താ പറയുക ഓയിലില്ലേ, ആ തുരുമ്പ് വന്ന ഭാഗം സ്ക്രബ്ബർ ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ, അത് വെച്ചിട്ട് നല്ലോണം അരച്ച് കളയാൻ, സ്പോഞ്ചും ലിക്വിഡ് എന്തെങ്കിലും ആക്കിയിട്ട്, എന്നിട്ട് നല്ലോണം കഴുകി ഉണക്കി നല്ലോണം ചൂടാക്കി അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും താഴെയും മുകളിലും എല്ലാം ഓയിൽ ബ്രഷ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുക. എന്നാൽ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ തുരുമ്പിൻ്റെ പ്രശ്നമുള്ളവർ എനിക്ക് ഉണ്ടാവലില്ല. ഞാൻ നല്ല പാത്രം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കലുണ്ട്. അന്നേരം ഞാൻ എന്താ പറയുക സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം വെച്ച് കഴുകിയിട്ട് ഒന്ന് ചൂടാക്കി, അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ തുണിയോട് തുടച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കലാന്നേ. എനിക്ക് ഇതുവരെ എന്നിട്ടൊരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന് കാസ്റ്റ് ചെയ്യേണ്ട പാത്രം യൂസ് ചെയ്യുമ്പോൾ അതുപോലെ സൂക്ഷിച്ച് വെക്കുകയും വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പടിച്ചിട്ട് അങ്ങനെ പോവും. അപ്പം തുരുമ്പ് വന്നതാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം അരച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് കഴുകിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കിയിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. അങ്ങനെ പിന്നെന്താ, ഞാൻ അതിനിടയിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് പില്ലോ കവറും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയല്ല 2-3 ആഴ്ച മുന്നേ വന്ന കമൻറ്റാണ്. ആ കമൻറ്റ് ഇട്ടവരത് മറന്നു പോയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ടൈപ്പിലുള്ള കുട്ടികളുണ്ടാവില്ലേ, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അന്നേരം വീഡിയോ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് വിട്ടുപോയി. വീട്ടിൽ പല ടൈപ്പുള്ള സ്വഭാവക്കാരായിരിക്കും ഉണ്ടാവുക. മൂത്ത കുട്ടികൾ, രണ്ടാമത്തെ കുട്ടികൾ, 3 കുട്ടികളാകുമ്പോൾ 3 പേർക്കും 3 സ്വഭാവമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പേർക്കും ഒരു സ്വഭാവം, ഒരാൾക്ക് വേറെ സ്വഭാവമായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പം ഇല്ലേ കുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പം മൂത്ത കുട്ടികൾക്ക് ഭയങ്കര അറ്റൻഷൻ നമ്മൾ കൊടുക്കും, ഭയങ്കര കെയറിങ് കാര്യങ്ങൾ, അവരുടെ കാര്യത്തിന് എല്ലാത്തിനും ശ്രദ്ധ കൂടുതലായിരിക്കും. അപ്പം രണ്ടാമത്തെ കുട്ടി വിചാരിക്കും അവർ ശ്രദ്ധിക്കൽ കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കുട്ടികൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുമ്പോൾ മൂത്ത കുട്ടി വിചാരിക്കും എന്നോട് ഇഷ്ടം കുറവാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ചില ഉപ്പയും എല്ലാം ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. അങ്ങനെ വരുന്ന സമയം കുട്ടികൾക്ക് അങ്ങനെ വരുന്ന സമയമാണ് കുട്ടികളിൽ വാശി, വൈരാഗ്യം കാര്യങ്ങളെല്ലാം വരാം.
അപ്പം നമ്മൾ പാരൻസിൽ നിന്നാണ് ഒരു നല്ലൊരു സമൂഹം ഉണ്ടാകുന്നത്, നല്ലൊരു കുട്ടി ഉണ്ടാകുന്നത്, നല്ലൊരു സമൂഹത്തിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ പാരൻസ് കുട്ടികളോട് പെരുമാറുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ വളർന്നു വരാം. ആദ്യം നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുടെ മനസ്സ് അത്രയും ലോലവും മൃദുലവും ഉള്ളതാണ്. അവരെ മുമ്പിൽ വെച്ചിട്ട് എന്താ പറയുക, നമുക്കിപ്പോൾ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളും ഉമ്മമാർക്കല്ലാന്നുണ്ടെങ്കിൽ ഉപ്പമാർക്ക് പ്രാധാന്യം ഉള്ളതാണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുക. നമുക്കിപ്പം 5 വിരലുകളുണ്ട്, അതിൽ 3 വിരൽ കാണിച്ചിട്ട് 3 പേരില്ലെങ്കിലും നമുക്ക് വിഷമാവും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഒരാൾക്കൊന്ന് വാങ്ങിക്കൊടുത്തു ബാക്കി 2 പേര് നോക്കി നിൽക്കാൻ ആക്കാണ്ട് വാങ്ങിക്കൊടുക്കുന്നെങ്കിൽ 3 പേർക്കും വാങ്ങിക്കൊടുക്കുക, വാങ്ങിക്കൊടുക്കുന്നില്ലെങ്കിൽ 3 പേർക്കും വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാം. അങ്ങനെ ഒരാൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂത്ത കുട്ടികളെ പേര് മാത്രം വിളിക്കുമ്പം ഇളയ കുട്ടികൾ വിചാരിക്കും അവരോടാണ് സ്നേഹം കൂടുതലെന്ന്. പലപ്പോഴും സ്കൂളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെപ്പോഴും പഠിച്ചിട്ട് ടീച്ചേഴ്സിൻ്റെ അറ്റൻഷന് എന്താ പറയുക, ടീച്ചേഴ്സിൻ്റെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റും. എന്നാൽ പഠിക്കാത്ത കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ അവർ പിടിച്ചു പറ്റുക വാശിയിലൂടെയും അതുപോലെ തന്നെ കുരുത്തക്കേടിലൂടെയായിരിക്കും. 2 ടൈപ്പിലും ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയാണ് കുട്ടികൾ പിടിച്ചു പറ്റുന്നത്. ഒന്ന് പഠിച്ചിട്ടും പഠിക്കാൻ കഴിയാത്ത കുട്ടി ബഹളവും കുഴപ്പവും കുരുത്തക്കേടും കളിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിലും സംഭവിക്കുന്നത്. നമ്മളിപ്പം മൂത്ത കുട്ടികൾ പാവം, രണ്ടാമത്തെ കുട്ടികൾ കുറച്ച് എന്താ പറയുക തരികിടയാണ്, മൂന്നാമത്തെ കുട്ടികൾ അതിലും തരികിടയാന്നെല്ലാം പറയൂലേ. അത് മെയിൻ കാരണം എനിക്ക് തോന്നിയതാണ്, അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. മെയിൻ കാരണം നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. നമ്മൾ മൂത്ത കുട്ടികളോ നമുക്ക് ആദ്യമായിട്ട് ജനിച്ച കുട്ടിയായതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്നേഹിക്കും, മൂത്ത കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കും. രണ്ടാമത്തെ കുട്ടികൾക്കാവുമ്പം മൂത്ത കുട്ടികൾ യൂസ് ചെയ്ത ബാലൻസ് ആയിരിക്കും ഡ്രസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ബാഗും കാര്യങ്ങളായിരിക്കും രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും. മൂന്നാമത്തെ കുട്ടിക്ക് പിന്നെയും പുതിയതെല്ലാം കിട്ടുമായിരിക്കും. അങ്ങനെ പക്ഷെ പാരൻസ് വാങ്ങിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 3 പേർക്കും ഒരുപോലെ വാങ്ങിക്കൊടുക്കാം. എനിക്ക് 2 പെൺമക്കളുണ്ടായ സമയം ഞാൻ വാങ്ങിക്കൊടുക്കുമ്പം 2 ആൾക്കും ഒരുപോലെ വാങ്ങിക്കൊടുക്കും. മൂത്താൾ യൂസ് ചെയ്ത് പഴയതായത് ഒരിക്കലും ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. കാരണം കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ആൾക്കും ഒരുപോലെ വാങ്ങിക്കൊടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ആളോടും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അതെന്ത് കാര്യവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അതുകൊണ്ടാണ് ഞാൻ അധികം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് എന്തായാലും മനുഷ്യന്മാരല്ലേ, എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഒരു വീടാകുമ്പോൾ ഉണ്ടാവും. എന്നാലും കുട്ടികൾ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതില്ലാണ്ടിരിക്കാൻ നമ്മൾ 3 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 പേരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. ഒരു കുട്ടിക്ക് പ്രാധാന്യം കൽപ്പിച്ച് ചില വീടുകളിൽ കാണാം, ആൺകുട്ടികൾക്ക് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കും, പെൺകുട്ടികൾ ഒന്നിനും കൊള്ളാത്ത പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് വിളമ്പുന്ന കാര്യത്തിൽ പോലും പെൺകുട്ടികൾക്ക് മാറ്റം വരുത്തുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പെൺകുട്ടികളെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ 2 പെൺകുട്ടികൾ ഉണ്ടാകുമ്പം അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറയുമ്പം ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാലെല്ലാം പോയി. അങ്ങനെ തവക്കൽ ചെയ്യുക, മക്കളെക്കുറിച്ച് പഠിച്ചവനോട് തവക്കൽ ചെയ്യുക. അത് എന്തുണ്ടെങ്കിലും നമ്മൾ പാരൻസിൻ്റെ തവക്കലുണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നമ്മളെല്ലാവരും മക്കൾ നല്ല മക്കളായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു പാരൻറ്റിൽ നിന്ന് നല്ലൊരു മക്കളുണ്ടാവും, നല്ലൊരു മക്കളിൽ നിന്ന് നല്ലൊരു സമൂഹം ഉണ്ടാവും. അങ്ങനെ അപ്പം എല്ലാ മക്കൾക്കും ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കുക. പിന്നെ വാശിയുള്ള കുട്ടികളോട് അധികം വാശി പിടിച്ച് ഷൗട്ട് ചെയ്തിട്ടൊന്നും പെരുമാറാണ്ടിരിക്കാം. അവരോട് തലോടി സ്നേഹത്തോടെ അവരെ ചില കുട്ടികൾക്ക് ഭയങ്കര വിശക്കുന്ന സമയമെല്ലാം ദേഷ്യം പിടിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കുക, അവരെന്തുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം കുട്ടികളും ദേഷ്യം പിടിച്ച് പാരൻസും അതുപോലെ ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പോൾ കുട്ടികൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയം അവരെ അടുത്തേക്ക് പോകാണ്ടിരിക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവരൊന്ന് കൂളായി ശാന്തമായിട്ട് ഇരിക്കുന്ന സമയം ചോദിക്കാം, എന്താ മോനെ പ്രശ്നം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ മോളെ പ്രശ്നം, ഉമ്മ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, ഉമ്മനെ കൊണ്ടാണോ മക്കൾക്ക് വിഷമം, അങ്ങനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, മക്കളും പാരൻസും തമ്മിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം പാരൻസിൻ്റെ കൂടെ കളിക്കാനാണ്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് സമയമെങ്കിലും കളിക്കുക. ഒന്നുമില്ലെങ്കിലും എന്താ പറയുക, ഞാൻ ഈ നമ്മളെ കള്ളനും പോലീസിലെ കടലാസിൽ എഴുതിയിട്ടില്ല, ഞാൻ ഒക്കെയും മക്കളെല്ലാം കളിക്കലുണ്ട്.
അതുപോലെ ഷട്ടിൽ കളിക്കലുണ്ട്. നല്ല രസമാണ് അവരോട് കളിക്കുമ്പോൾ, ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ കണ്ണുകൊത്തിയിട്ടുള്ളൊരു കളിയില്ലേ, എന്താ പറയുക, അതെല്ലാം നമ്മൾ കളിക്കലുണ്ട്. എപ്പോഴും അല്ല, ഇടയ്ക്ക് ഇങ്ങനെ കളിക്കും. നല്ല രസവും കുട്ടികളോട് കളിച്ച് നോക്കിയാൽ ഭയങ്കര രസവും. പിന്നെ തീരെ അനുസരണയില്ലാത്ത കുട്ടികളുണ്ടാവില്ലേ, അവരെ നമുക്ക് പെട്ടെന്നൊന്നും ശരിയാക്കി എടുക്കാനൊന്നും കഴിയില്ല. കാര്യം അവരെ മൈൻഡ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്ന്, ഇപ്പം നമ്മൾ ആദ്യമേ ചെയ്യാണ്ട് പെട്ടെന്ന് അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു കൗൺസിലറെ കണ്ടു കഴിഞ്ഞാലല്ലേ നമ്മളെ കുട്ടികളുടെ സ്വഭാവം നല്ല മാറ്റം വരും. അത് മോശമായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നമ്മൾ മെൻ്റൽ പീസിന് അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയും ഉമ്മയും കൗൺസിലിങ് ചെയ്യും. ഇപ്പോൾ എല്ലാ സ്കൂളിലും കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തിലൂടെയും തലോടലിലൂടെയും എല്ലാവർക്കും വേണ്ടി സ്നേഹമാണ്. അപ്പോൾ സ്നേഹം കൊടുക്കുക. ഓരോരുത്തരുടെ സ്നേഹത്തിൻ്റെ ഭാഷ പലതായിരിക്കും. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് കേൾവി ഇങ്ങനെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് പൊക്കി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാനുണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണ്, അങ്ങനെ എന്താ പറയുക, SP എന്നെല്ലാം പറയും. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ഥാനത്ത് ഇക്കാൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. അങ്ങനെ പലർക്കും പല ഹാപ്പിനെസ് ആയിരിക്കും. സ്നേഹത്തിൻ്റെ പ്രകടനം എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഭാഷ പലതായിരിക്കും. ചിലർക്ക് സ്പർശനായിരിക്കും സ്നേഹമായിട്ട് തോന്നുക, ചിലർക്ക് രുചിയായിരിക്കും. അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്നേഹമായിട്ട് മാറും. അതുപോലെ തന്നെ ചിലർക്ക് കേൾവി. അങ്ങനെ നമ്മൾ കുട്ടികളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിപ്പം ഹസ്ബൻഡ് ഭാര്യ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്ക് നല്ലോണം പൊക്കി പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് നല്ല മോനാന്ന്, നല്ല മോളാന്ന്, അടിപൊളി, അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒന്ന് പ്രശംസിക്കുക, അവരെ ഉയർത്തി പറയുക. മറ്റു കുട്ടികളെക്കാട്ടി നല്ലത് എൻ്റെ മോനാന്നുള്ള രീതിയിൽ പറയാം. പലപ്പോഴും പല പാരൻസും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളെ കണ്ടുപിടിക്കും ഇവളെ കണ്ടുപിടിക്കും, പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പറയുമ്പം. അങ്ങനെയല്ല പറയേണ്ടത്, നേരെ തിരിച്ചു പറഞ്ഞു നോക്കിയേ, ആ കുട്ടീനെക്കാട്ടി എത്ര അടിപൊളിയാണ് എൻ്റെ മോന്, അല്ലാന്നെങ്കിൽ എൻ്റെ മോള് എന്നെല്ലാം പറഞ്ഞു നോക്കിയാൽ കുട്ടികൾ തന്നാലെ മാറും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഇങ്ങനെ പ്രശംസിച്ച് പറയാമെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുക. ചില ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കേൾവിയായിരിക്കും, ചില ആൾക്ക് സ്പർശനായിരിക്കും. ഒരു ഉമ്മ ഉപ്പ ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഹസ്ബൻഡ് വൈഫ്, അങ്ങനെ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തലയിൽ തലോടുക, മസാജ് ചെയ്യുക. പണ്ട് കാലങ്ങളിലെല്ലാം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര നമുക്കിങ്ങനെ ഉറക്ക് വരും ഇങ്ങനെ മസാജ് ചെയ്യുമ്പം. ഉമ്മമാർ ഓയിൽ മസാജ് എല്ലാം ചെയ്ത് തരുമല്ലോ. ഇപ്പോഴത്തെ ഉമ്മമാർ ഓയിൽ മസാജ് എല്ലാം ചെയ്യൽ കുറവ് തന്നെയല്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമുക്ക് സ്നേഹം വാങ്ങിയെടുക്കാൻ പറ്റും കുട്ടികളുടെ. അത് കുട്ടികളുടെ മാത്രമല്ല, നമ്മളെ ഭാര്യ ഭർത്താവായാലും അങ്ങനെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് രുചിയായിരിക്കും. ചില പാരൻസിന് ഭയങ്കര മടിയായിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിക്ക്. അങ്ങനെ അറിയുന്നൊരു കുട്ടിയുണ്ട്. അവർ എന്താ പറയുക, ഞാൻ പറയുന്നില്ല, എന്താ പറയുക, കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയേ ചെയ്യില്ല. എപ്പോഴും ഹോട്ടലിൽ നിന്നാണ്, ടിഫിനിൽ പോലും ഫുഡ് കൊടുക്കില്ല. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്താ ഉള്ള പാരൻസ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമോ. ഉമ്മാക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല. അങ്ങനെ മടി തന്നെയാണ് മെയിൻ. അപ്പം നമുക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് വേണ്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അവരെ കൂട്ടിയിട്ട് കിച്ചണിലേക്ക് പോയിട്ട് ഇന്ന് കേക്ക് ഉണ്ടാക്കി തെറ്റോ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിക്ക്. അവരെ ഹാപ്പി ആക്കി നോക്കിയാൽ, അവരെ ലോകത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പീസ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.